ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ പനിനീർ ചാമ്പയാണേ. പനിനീർ ചാമ്പ എന്ന് ഞാനിട്ട പേരാണ്. ഇനി ഇത് പനിനീർ ചാമ്പയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതായത് ഇതിന് നല്ല പനിനീരിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്, ഒരു മണവും ഉണ്ട്. അപ്പം ഞാൻ കരുതി ഇത് പനിനീർ ചാമ്പയായിരിക്കും കേട്ടോ. കിഴക്കുവശത്തെ തൊടിയിൽ നിൽക്കുന്നതാണേ. അപ്പോൾ നിറച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ യാദൃച്ഛികമായിട്ട് ചെന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്ത് കിടക്കുന്നു കേട്ടോ. അപ്പോഴാണ് കണ്ടത്. ഇത് പൂത്ത് നിന്നപ്പോഴത്തേക്ക് അവിടെ പൂ ഇങ്ങനെ നിറച്ച് ചെതറി കിടന്നു. വെള്ള പൂത്തിരി കത്തിയ പോലത്തെ പൂവാണിതിൻ്റെ കേട്ടോ. അപ്പോൾ ആ പൂ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് അതേ നിറച്ച് ചാമ്പങ്ങയുണ്ട്. അത് കൂടാതെ അതെല്ലാം ഇങ്ങനെ പഴുത്തും കിടക്കുന്നു. പിന്നെ ഞാൻ ഓരോന്നായിട്ട് അതിനെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെ എല്ലാം എടുത്തപ്പം ഞാൻ ഓർത്തു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നേ. പിന്നെ ഇതിന് സപ്പോട്ട പോലെ ഇതിങ്ങനെ അണ്ണാനും കിളികളും ഒന്നും തിന്ന് കാണുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാം തന്നെ കിട്ടും കേട്ടോ. പഴുത്ത് കിടക്കും, അതുപോലെ കിടക്കും. അത് ആരും അങ്ങനെ തിന്നാനൊന്നും വരുന്നില്ല. അതുകൊണ്ട് എനിക്കെല്ലാം അത് കിട്ടുന്നുണ്ട് കേട്ടോ. അതാ ഇത്രയുണ്ട് എല്ലാം കൂടെ പറിച്ച് നോക്കിയപ്പോൾ. അതിന് പിന്നെ ഒരെണ്ണം എടുത്ത് ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കി, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തേ. അപ്പോഴേക്കിതാ നല്ല ഒരു കുരുവാണ് അകത്തുള്ളതേ, ഒരു വലിയ കുരു. അപ്പോൾ അതുമല്ല, അതിനകം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അതേ കാണുന്ന ആ കറുത്ത ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പൂവിൻ്റെ ഭാഗമാണ് ആ പറ്റിയിരിക്കുന്നത്. അല്ലാതെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പുറമാകട്ടെ, അകത്തൊക്കെ ആണെങ്കിലേ ഒരു ജീവികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.